കേരളത്തിൽ ഇന്ന് സങ്കടവെള്ളിയാണ്. കുവൈത്തിൽ തീപിടുത്തത്തിൽ പൊലിഞ്ഞ 24 പേരുടെ മൃതദേഹം കണ്ണീരോടെ കേരളം ഏറ്റുവാങ്ങുന്ന മണിക്കൂറുകളിലാണ്. തിരികെയില്ല ഇനിയൊരു യാത്ര. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 23 മലയാളികളുടെ മൃതദേഹവുമായി പ്രത്യേക ആംബുലൻസുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചു. ഓരോ ആംബുലൻസിനും കേരള പോലീസ് അകമ്പടി പോകുന്നുണ്ട്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് തീപിടുത്തത്തിൽ മരിച്ച 45 പേരുടെ മൃതദേഹം എത്തിച്ചത്. വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര മന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണറും നൽകി. തമിഴ്നാട്ടിലേക്കുള്ള ആംബുലൻസിന് കേരള പോലീസ് അതിർത്തി വരെ അകമ്പടി പോകും. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ സങ്കട കാഴ്ചകളാണ്. സിബിൻ്റെ പിതാവാണ് ഇപ്പോഴും വേദനയിൽ അങ്ങനെ നിൽക്കുന്നത്. ഓരോരോ ആംബുലൻസുകൾ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആംബുലൻസുകളും മൃതദേഹങ്ങളുമായി അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എത്രയും വേഗം എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിയാൽ അധികം വൈകാതെ തന്നെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ അതത് പ്രദേശങ്ങളിൽ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ഉചിതമായ രീതിയിൽ വിട നൽകാൻ നാട് വേദനാപൂർവ്വം വലിയ ഹൃദയവേദനയോടുകൂടി തയ്യാറെടുത്ത് നിൽക്കുകയുമാണ്. എസ് വിജയകുമാർ ചേർന്ന്. വിജയകുമാർ, രാവിലെ മുതൽ നമ്മൾ കാണുന്നത് വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇറങ്ങുന്നത്, അതിനുശേഷം വരിവരിയായി എന്ന് പറയുന്നത് പോലെ കണ്ണിന് ഉൾക്കൊള്ളാനാവാത്ത കാഴ്ച പോലെ മൃതദേഹങ്ങൾ പുറത്തേക്ക് വരുന്നത്, ബന്ധുക്കളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന. ഇന്നൊരു വല്ലാത്ത വെള്ളിയാഴ്ചയാണ് വിജയകുമാർ. ഹാഷ്മി, സമീപകാലത്തൊന്നും ഇത്രയും വലിയ സങ്കടത്തോടെ നമ്മൾ ഈ മണിക്കൂറുകൾ തള്ളി നീക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമേൽ ഹൃദയഭേദകമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകൾ. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാഴ്ചകൾ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 36 മണിക്കൂറായി ഇത്തരം ഒരു കാഴ്ചയിലൂടെയാണ് ഈ നാടാകെ കടന്നു പോകുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ 10:15 കൂടിയാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം C-130J നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ഇമിഗ്രേഷൻ, കസ്റ്റംസ് അത്തരം നടപടികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി ഓരോരോ മൃതദേഹവും പൊതുദർശനത്തിനായി അവിടെ പ്രത്യേകം തയ്യാറാക്കിയ കാർഗോ കോംപ്ലക്സിലെ സ്ഥലത്തേക്ക് പിന്നീട് എത്തിച്ചു. അവിടെ ദുഃഖം ഘനീഭവിച്ച മനസ്സോടെ ആ പ്രിയപ്പെട്ടവരുടെ ബന്ധുക്കൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗും സുരേഷ് ഗോപിയും മൃതദേഹം ഔപചാരികമായി വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങി. അവർ അന്തിമോപചാരം അർപ്പിച്ചു. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ബന്ധുക്കൾ ആ മൃതദേഹം അവിടെ ഏറ്റുവാങ്ങിയും അവരവരുടെ ബന്ധു വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസുകളിലായി മൃതദേഹം ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ഒരു വാഹനം ഈ ആംബുലൻസുകൾക്ക് വഴിയൊരുക്കി യാത്ര ചെയ്യുന്നുണ്ട്. തമിഴ്നാട് മന്ത്രി അവിടെ എത്തിയിരുന്നു. 7 തമിഴ്നാട്ട് സ്വദേശികളുടെ മൃതദേഹവും കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹവും കൊണ്ടുപോയിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാഹനം, ഒരു പോലീസ് വാഹനം വഴിയൊരുക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട വീഥികളിലൊന്നും കാലതാമസം ഉണ്ടാവാതെ വീടുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം. ഇന്നും നാളെയും ഒക്കെയായി സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഇന്ന് സംസ്കാരം നടക്കുന്ന മൃതദേഹം അത് വീടുകളിൽ എത്തിക്കുകയും അടുത്ത ദിവസങ്ങളിലേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ആശുപത്രികളിലെ മോർച്ചറിയിലേക്കും, അതായത് അവരുടെ വീടിനടുത്തുള്ള ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ബന്ധുക്കളൊക്കെ എത്താൻ ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ചയൊക്കെ സംസ്കാരം നടക്കുന്ന ചില വീടുകളുണ്ട്. പക്ഷേ നാളെയും മറ്റന്നാളുമായി കൂടുതൽ സംസ്കാര ചടങ്ങുകളും നടക്കുന്നുണ്ട്. അങ്ങ് തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമെന്ന് പറയാം. അത്രയും അങ്ങനെ പല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത്. പ്രത്യേകിച്ച് പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ 6 പേർ അവരെ നഷ്ടമായിട്ടുണ്ട്. ഇനി ഈ വീടുകളിൽ നമുക്ക് അറിയാം എങ്ങനെയാണത് അവിടുത്തെ അവസ്ഥ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് വിശദീകരിക്കാൻ കഴിയുക എന്ന് എനിക്കറിയില്ല. കാരണം ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണ്. അപ്പോൾ ആ വീടുകളിലൊക്കെ ഉള്ളത്, ഇതിൽ പലരും അടുത്ത മാസമൊക്കെ നാട്ടിലേക്ക് വരാനിരുന്നവർ, നേരത്തെ 1 മാസം മുമ്പ് വന്നിട്ട് പോയവർ, ജോലിയൊക്കെ അവസാനിപ്പിച്ച് തിരികെ എന്നേക്കുമായി പ്രവാസം അവസാനിപ്പിച്ച് ഈ ജന്മനാടുകളിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചവർ, മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അടുത്ത മാസം കോളേജ് അഡ്മിഷനൊക്കെ വേണ്ടി അടുത്ത മാസം വരാനിരുന്ന ഒരു പിതാവ്, മകൾ ആവശ്യപ്പെട്ട ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഉടനെ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞ ഒരു പിതാവ്, ആദ്യത്തെ ശമ്പളം അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് അത് വാങ്ങിയെന്ന് ഉറപ്പുവരുത്തി അന്ന് 3 തവണ അച്ഛനോടും അമ്മയോടും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫോണിൽ സംസാരിച്ച കൊല്ലത്ത് ഒരു മകൻ, അടുത്ത മാസം കുരുന്നിൻ്റെ ആദ്യ പിറന്നാൾ അടുത്ത മാസം നടക്കാനിരിക്കുന്ന പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി, അതിന് വരാൻ കാത്തിരിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി കാത്തിരുന്ന
പിതാവ്, അവരുടെയൊക്കെ ചേതനയറ്റ ശരീരം, ഒരിക്കലും അവർ മടങ്ങി വരില്ല എന്ന് വിശ്വസിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ചേതനയറ്റ ശരീരം ആ വീടുകളുടെ ഉമ്മറത്തേക്ക് എത്തുകയാണ്. സ്വന്തമായി വീടില്ലാത്തവർ വീട് വാങ്ങാനും വീട് വയ്ക്കാനുമായി പ്രവാസം എന്നത് ഏറ്റെടുത്ത തൃശ്ശൂർ സ്വദേശിയെ പോലുള്ളവർ, ചാവക്കാട് സ്വദേശിയെ പോലുള്ളവർ, ജപ്തി നടപടികളും സാമ്പത്തിക പ്രശ്നങ്ങളുമൊക്കെ ഒഴിവാക്കാൻ പ്രവാസം സ്വീകരിച്ച മലയാളി സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവരൊക്കെ അവരുടെയൊക്കെ ചേതനയറ്റ ശരീരമാണ് ഈ വീടുകളിലേക്ക് വരുന്നത്. സ്വന്തമായി വീടുള്ളവർ, വീടില്ലാത്തവർ, 25-30 വർഷമായി പ്രവാസ ലോകത്തുള്ളവർ, അങ്ങനെ പല തരക്കാർ. ഏതാണ്ട് നമ്മൾ ഈ മരണം അടഞ്ഞ മലയാളികളുടെ ആ പട്ടിക ഒന്ന് പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും പ്രൈം ഏജിലുള്ളവരാണ്. 25-40 വയസ്സിലുള്ളവരാണ് അധികവും ആളുകൾ. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരാണ് ഒട്ടുമിക്ക പേരും. അവരൊക്കെ നല്ല ജോലി അവിടെ ചെയ്യുന്നവരാണ്. പക്ഷേ നമുക്ക് എന്താണ് പറയുക, ഒരു നിമിഷം കൊണ്ട് അവരുടെ മുഴുവൻ സ്വപ്നങ്ങളും ആ തീ വിഴുങ്ങിക്കളഞ്ഞു എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. അവരുടെ ബന്ധുക്കളോട് ഇനി എന്തു പറയണം, എങ്ങനെ അവരെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല. നമുക്ക് അവരുടെ കയ്യിലൊന്ന് മുറുക്ക പിടിക്കാം, ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറയാൻ അല്ലാതെ മറ്റൊന്നും കഴിയാത്ത തരത്തിൽ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നവർ, ആശ്വസിപ്പിക്കാൻ അവരുടെ സമീപത്തെത്തുന്ന, അവരുടെ ചാരെ എത്തുന്നവർ പോലും വലിയ സങ്കടക്കടലിൻ്റെ നടുവിലേക്ക് വീഴുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടത്. ഈ മണിക്കൂറിലും അതുതന്നെയാണ് കാണുന്നത്. അല്പസമയം മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ കണ്ട ദൃശ്യമാണ്. എങ്ങനെയാണ് ആ പിതാവിനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവർക്കാർക്കും അറിയില്ല. പെയ്ത് ഒഴിയട്ടെ, കരഞ്ഞ് തീരട്ടെ എന്ന് മാത്രമേ അങ്ങനെ നമുക്ക് പറയാൻ കഴിയൂ. വൈകാതെ അവരവരുടെ ജീവിതത്തിലേക്ക്, സങ്കടക്കടലിന് നടുവിലേക്ക് നീന്തി കരകയറി എത്തും എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കാം. അതിന് ഉതകുന്ന തരത്തിലുള്ള ചേർത്ത് നിർത്ത് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകും, അല്ലെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകും. അവരെ എല്ലാ തരത്തിലും സഹായിക്കും എന്ന് നമുക്ക് കരുതാം. ഇങ്ങനെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വിമാനത്താവളത്തിന് പുറത്ത് പ്രധാനപ്പെട്ട വീതിയിൽ വിവിധ ദിശകളിലേക്ക് ആ വാഹനങ്ങൾ പോവുകയാണ്. വടക്കോട്ടും തെക്കോട്ടുമൊക്കെ ആ വാഹനങ്ങൾ യാത്ര ചെയ്യുകയാണ്. മധ്യ കേരളത്തിലേക്കാണ് കൂടുതൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കൊല്ലം, അത് കഴിഞ്ഞാൽ കോട്ടയം അടക്കമുള്ള ജില്ലകൾ, പിന്നീട് തിരുവനന്തപുരത്ത്, പിന്നെ വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ ഒക്കെ ഈ വാഹനങ്ങൾ, ഈ ആംബുലൻസുകൾ യാത്ര ചെയ്യുകയാണ് ചേതനയേറ്റ ശരീരവുമായി. അത് ഇന്ന് വൈകുന്നേരത്തോടെ അതത് വീടുകളിൽ, ജന്മനാടുകളിലെത്തും. അവരെയും എന്നേക്കുമായി അവർക്ക് ഒരു കണ്ണീർ പൂക്കൾ അർപ്പിച്ച് അവരെ യാത്രയാക്കാൻ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആ നാടാകെ ഇങ്ങനെ തേങ്ങലോടെ കാത്തിരിക്കുകയാണ്. സിബിന്റെ പിതാവാണ്. സിബിന്റെ പിതാവ് നമ്മൾ കാണുന്നത് കേരളത്തിന്റെ തന്നെ വലിയ വേദനയാകുന്നു. സിബിന്റെ പിതാവ് 2 മാസം കഴിഞ്ഞാൽ സിബിന്റെ കുഞ്ഞിന്റെ 1ാം പിറന്നാളായിരുന്നു. അപ്പോൾ അതിന് വരാനിരിക്കുന്ന 9 മാസമുള്ള കൈക്കുഞ്ഞാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുഞ്ഞിൻ്റെ 1ാം പിറന്നാളിന് വരാം എന്ന വലിയ പ്രതീക്ഷയോടുകൂടി, ഉള്ളിൽ വലിയ ആഹ്ലാദത്തോടു കൂടി കാത്തിരുന്ന സിബിൻ ആണ് ഇപ്പോൾ വരുന്നത്. അത് പക്ഷേ വല്ലാത്ത ഒരു വേദനാനിർഭരമായ വരവാണ്. അപ്പോൾ സിബിൻ്റെ പിതാവ് കേരളത്തിൻ്റെ ഒന്നാകെയുള്ള വേദനയാകുന്നു ആ ദൃശ്യങ്ങൾ കൂടി. നമ്മൾ നേരത്തെ രാവിലെ മുതൽ തന്നെ സിബിൻ്റെ പിതാവ് സ്വന്തം മകൻ വരുന്നത് കാത്ത് എയർപോർട്ടിൽ നിൽക്കുന്നുണ്ട്. എല്ലാ തവണയും നിൽക്കുന്നത് പോലെയുള്ള ആനന്ദചിത്തമായ, ആനന്ദം നിറഞ്ഞ ഹൃദയമായി നിൽക്കലല്ല, അത് നമുക്കറിയാം, കാണുന്നുണ്ടായിരുന്നു. ഓരോരുത്തരും ആശ്വസിക്കാൻ പോകുന്നവർ പോലും നിസ്സഹായരായി മടങ്ങുന്ന കാഴ്ച കാണുന്നു. ആ സിബിൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്ന കുറേ അധികം പേരെ നമ്മൾ കണ്ടു. കാര്യം താങ്ങാനാവാത്ത വലിയ വേദനയിൽ പിതാവ് നിൽക്കുമ്പോൾ അടുത്ത് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു നേരത്തെയും. പോകുമ്പോഴൊക്കെ പോകുന്നവർക്കൊന്നും എന്തെങ്കിലും ആശ്വാസവാക്കുകൊണ്ട് പറഞ്ഞ്, നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ കയ്യിൽ ഒന്ന് ചേർത്തൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നതിനപ്പുറം ഒന്നും സാധ്യമായിരുന്നില്ല അവിടെ. അതിപ്പോഴും സാധ്യമല്ല. അത് സിബിൻ്റെ പിതാവിനെന്നല്ല, ഈ തീരാ ദുരന്തത്തിൽ, ഈ മഹാദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാവരും 27, 38, 36, 34 വയസ്സുകാരാണ്. അവരുടെ ജീവിതം തുടങ്ങുന്ന പ്രായമാണ്. അവരുടെ ജീവിതം കരിപ്പിടിപ്പിച്ച് തുടങ്ങുന്ന പ്രായമാണ്. വന്നിട്ട് കല്യാണം കഴിക്കാൻ, വിവാഹം കഴിക്കാനിരിക്കുന്നവരുണ്ട്. വിവാഹം കഴിച്ച് ഉടനെ മടങ്ങിയവരുണ്ട്. കുഞ്ഞിന് 1 വയസ്സ് മാത്രം പോലും പ്രായമാകാത്ത യുവാക്കളാണ്. അപ്പോൾ യുവാക്കൾ നാടിൻ്റെ യുവാക്കളാണ്, നാടിൻ്റെ നട്ടലാവേണ്ടവരാണ്. ഇപ്പോൾ ഇത്തരത്തിൽ സമാനതകളില്ലാത്ത വലിയൊരു കാഴ്ചയിൽ, സമാനതകളില്ലാത്ത കാഴ്ച എന്ന് തന്നെ പറയണം. അടുത്ത കാലത്ത് കേരളം ഇത്തരത്തിൽ ഒരു ആംബുലൻസുകളുടെ നീണ്ട നിര നമ്മൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ചേതനയേറ്റ പ്രവാസി സഹോദരങ്ങളുമായി പോകുന്ന ആംബുലൻസുകളുടെ നീണ്ട നിര നമ്മൾ കണ്ടവരല്ല. ആ കാഴ്ച തേങ്ങലുണ്ടാക്കുന്ന കാഴ്ചയാണ്. അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന, അങ്ങേയറ്റം സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. ആ കൂട്ടത്തിൽ ഒരാഴ്ച ഇവിടെ നിന്ന് പോയിട്ട് ഒരാഴ്ച മാത്രമായ യുവാവുണ്ട്. അവിടെ നിന്ന് 1 മാസത്തിനകം ജോലി മതിയാക്കി മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം മുഴുവൻ നാടിനു വേണ്ടിയും വീടിനു വേണ്ടിയും പ്രവാസ ലോകത്ത് ചിലവഴിച്ച് ഇനി അല്പനാൾ വിശ്രമിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയിരിപ്പിൽ, ഒരുപാടൊന്നും ബാക്കിയിരിപ്പൊന്നും ഉണ്ടാവില്ല. ഇവരൊക്കെ
അവിടെ നിൽക്കുന്നത് എല്ലാവരും ഒരുപാട് പണമുണ്ടാക്കുന്നവരല്ല. അതത് കാലത്തെ അവരവരുടെ ആവശ്യങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല, അവരുടെ സഹോദരിമാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ വലിയ ബാധ്യതകൾ തോളറ്റുന്നവരാണ് പ്രവാസികൾ. നാടിൻ്റെ ബാധ്യതകൾ തോളറ്റുന്നവരാണ് പ്രവാസികൾ. അപ്പോൾ അങ്ങനെ ഉള്ള നീക്കിയിരിപ്പിൽ, ഉള്ള ബാക്കിയിരിപ്പിൽ ബാക്കി കാലം സമാധാനവും സ്വസ്ഥവുമായി നാട്ടിൽ ജീവിക്കാമെന്ന പ്രതീക്ഷയുമായി മടങ്ങാനിരുന്ന ഒരു 58-കാരനുണ്ട്. അങ്ങനെ ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച മാത്രം ബാക്കിയുള്ള, അവിടുന്ന് എല്ലാം കഴിഞ്ഞ് വരാൻ ഇനി കേവലം നാളുകൾ മാത്രം ബാക്കിയുള്ള ആളുകൾ വരെ നീളുന്നു. ആ സങ്കടം മടങ്ങി വരവിൽ ഉള്ളവർ എല്ലാവർക്കും പ്രതീക്ഷകളാണ്. എല്ലാവരുടെയും ഒരു കുഞ്ഞു വീട്, നേരത്തെ നമ്മളൊരു വീട് കണ്ടു, തേക്കാത്തൊരു വീട്, ആ വീട് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു യുവാവ് ഇക്കൂട്ടത്തിലുണ്ട്. കുടുംബ പ്രാരാബ്ദങ്ങൾ, മക്കളുടെ പഠന ചെലവുകൾ, വീട്ടുകാരുടെ ചികിത്സാ ചെലവുകൾ, അങ്ങനെ നൂറ് അവരവരുടേതായ ജീവിത പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കടൽ കടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ സുഖവും സമാധാനവും ശാന്തതയും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ജീവിക്കാൻ ആവശ്യമായ വകുപ്പ് കിട്ടുമെങ്കിൽ ആരും കടൽ കടന്നു പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കടൽ കടന്നു പോയവർക്കാണ് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തവരുടെ സ്വപ്നങ്ങളാണ് ഈ ആംബുലൻസുകളിലുള്ളത്. ആ സ്വപ്നങ്ങൾ കഴിയുന്നു. ഇനി അത്താണി, ഒട്ടുമിക്ക എല്ലാവരും അവരുടെ കുടുംബത്തിന് ഏക അത്താണികൾ ആയവരാണ്. അവർക്ക് പിന്തുണയേകേണ്ടത്, അവർക്ക് കൈത്തുണ ആകേണ്ടത്, അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് പറയാൻ കാരണം, ഇവരാരും ഈ മരിച്ച് തിരിച്ചു വന്ന് നിത്യശാന്തിയിലേക്ക് മടങ്ങി പോകാൻ ഉള്ളവരാരും ആ വീടിൻ്റെ മാത്രം സ്വത്തുകളായിരുന്നില്ല. അവർ ഈ നാടിൻ്റെ ഒന്നാകെയുള്ള സ്വത്തുകളായിരുന്നു. ഈ നാടിന് വേണ്ടി കൂടി റെമിറ്റൻസ്, നമ്മൾ സാങ്കേതിക ഭാഷയിൽ വിളിക്കുന്ന അവരയച്ചു തരുന്ന തോണി നാടും ജീവിച്ചിട്ടുണ്ട്. ഈ നാടും കരിപ്പിടിച്ചതാണ്. ഈ നാടും നട്ടലുയർത്തി നിൽക്കുന്ന പ്രവാസി പണം കൊണ്ട് തന്നെ തർക്കമക്കാര്യത്തിലില്ല. അതിൻ്റെ ഒരു പങ്ക് ഇവരുടെയും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ബാക്കിയാക്കി പോകുന്നവരുടെ സ്വപ്നങ്ങൾക്ക് തുടർച്ച ഉണ്ടാക്കി കൊടുക്കാൻ ഈ നാടിന് ബാധ്യതയുണ്ട്. അവരുടെ കമ്പനി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു, പരമാവധി സഹായം ഉണ്ടാകും. അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ അവരുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കുമെന്ന് കമ്പനി പറയുന്നു. നല്ല കാര്യം, ചേർത്ത് പിടിച്ചേ മതിയാകൂ. അതുറപ്പായും അധികം വൈകാതെ തന്നെ ചേർത്ത് പിടിക്കൽ ഉണ്ടാകണം. ഒപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം ഉണ്ട്. നല്ലവരായ പ്രവാസി മനുഷ്യരുടെ വലിയ സഹായങ്ങൾ അവർക്കുണ്ട്. ഇതൊക്കെ സഹായം നഷ്ടപരിഹാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നഷ്ടം അപരിഹാര്യമാണ്, തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണെങ്കിൽ കൂടിയും അവരുടെ മുന്നോട്ടുള്ള ആ സ്വപ്നങ്ങളുടെ തുടർച്ചയ്ക്ക് ഇവരാർക്കു വേണ്ടിയാണോ കടൽ കടന്ന് പ്രവാസ ജീവിതം നയിക്കാൻ തുനിഞ്ഞത്, അവർക്കൊക്കെ വേണ്ടി നാടൊരുമിച്ച് ഒന്നാകെ നിൽക്കും എന്ന കാര്യം ഉറപ്പുണ്ട്. പക്ഷെ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ബാധ്യതയുമെല്ലാമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആംബുലൻസുകളും മൃതദേഹങ്ങൾ കയറ്റിയ ആംബുലൻസുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് മുതൽ അങ്ങ് കോട്ടയം, എനിക്ക് പത്തനംതിട്ട ജില്ലയിലാണ് കൂടുതൽ ഉള്ളത്. പത്തനംതിട്ട ജില്ലയിൽ ആ മേഖലയിൽ ഉള്ള കൂടുതൽ പേർ, ഒരുപക്ഷെ ആ മേഖലയിലുള്ള കൂടുതൽ പേർ പോകുന്നത് കുവൈറ്റിലേക്ക് തന്നെയാണ്. അത് എൻ്റെ നാടിരിക്കുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേർ കുവൈറ്റിലുണ്ട്. പ്രത്യേകിച്ച് കമ്പനിയിലൊക്കെ ആ മേഖലയിലുള്ള ചെങ്ങന്നൂരും തിരുവല്ലയും പന്തളവും ഒക്കെ ആ മേഖലയിലുള്ള ആ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ ഈ കമ്പനിയിലും മറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ് കുവൈറ്റ്. ഒരുപക്ഷെ കുവൈറ്റിലെ പ്രവാസികൾ എണ്ണമെടുത്താൽ ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയാവണം. അപ്പോൾ ആ കുവൈറ്റിൽ നിന്നും 23 പേരാണ് ചേതനേറ്റ് ഇപ്പോൾ മടങ്ങി വന്നത്. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇത് നാട്ടിലെത്തുന്ന മുറയ്ക്ക്, ഈ ആംബുലൻസുകൾ നാട്ടിലെത്തുന്ന മുറയ്ക്ക് അധികം വൈകാതെ ഇന്നോ നാളെയൊക്കെയായി ആ സംസ്കാരങ്ങൾ പൂർത്തിയാക്കും. അതിൽ ഒരാളുടെ 1-2 പേരുടെ മൃതദേഹം മാത്രമാണ് സംസ്കാരം പിന്നീട് എന്ന തരത്തിൽ അറിയിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരുടെ സംസ്കാരം ഇന്ന് തന്നെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിയാൽ അധികം വൈകാതെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിരിക്കുന്നു. കാസർഗോഡ് കുഞ്ഞിക്കൽ അടക്കം കാസർഗോട്ടേക്കുള്ള ആംബുലൻസ് അടക്കം ഇതിനോടകം തന്നെ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ് ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, MLA മാരുണ്ട്, നാടിൻ്റെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. നാടൊന്നാകെ അവരെ കാത്തു നിൽക്കുന്നവരെ സമാശ്വസിപ്പിക്കാൻ നേരത്തെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നവരാണ്. മൃതദേഹങ്ങൾ വന്ന് ഓരോരോ ആംബുലൻസുകളായി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. നേരത്തെയൊക്കെ പറയുന്നത് പോലെ നമുക്കറിയാം, ഇവർ വീട്ടിലേക്ക് എത്തിയാൽ അവരുടെ വീടുകളിൽ ഉയരുന്ന തീരാവിലാപം, നാളുകളോളം നീണ്ടു നിൽക്കുന്ന അവരുടെ മനസ്സിൻ്റെ ആഴത്തിലെ ഹൃദയവേദന, പുത്രദുഃഖം, വൈധവ്യം, അനാഥത്വമൊക്കെ അതിന് പരിഹാരമുണ്ടാവില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതങ്ങളിലേക്ക്, അവരുടെ ഈ വലിയ വേദനയിൽ നിന്ന്, വലിയ വേദനയുടെ ആഘാതങ്ങളിൽ നിന്ന്, ആഴങ്ങളിൽ നിന്ന് അവർ കയറി വരട്ടെ. അങ്ങനെ കയറി വരാൻ കൈപിടിച്ചു കൊടുക്കാൻ നമ്മളൊക്കെയും ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെ കൈപിടുത്തങ്ങൾ ഉണ്ടാകും എന്നുറപ്പായും അറിയാം. കണ്ണീരോടെ മടക്കം എന്നുള്ള ആ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അത് ഏതെങ്കിലും തരത്തിലൊരു പ്രയോഗമല്ല, അങ്ങനെ തന്നെയാണ്. ഇത് കാഴ്ച കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ സജനങ്ങളാവുന്നുണ്ട്.
കാണുന്നവരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങൾ വിങ്ങുന്നുണ്ട്. അതിന് ഏതെങ്കിലും ബന്ധുത്വമോ ഒന്നും ഒരു തടസ്സമല്ല. ഇവിടെ വരുന്ന ഓരോരുത്തരും നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ്, നമ്മുടെ കൂടപ്പുറപ്പുകൾ തന്നെയാണ്. അല്പസമയം മുൻപുള്ള കാഴ്ചയായിരുന്നു. ആംബുലൻസുകൾ അങ്ങനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നേരത്തെ പോലീസ് വാഹനങ്ങൾ അകമ്പടിയിൽ ഇട്ടിരുന്ന ഓരോ പോലീസ് വാഹനമുണ്ട്. ഈ ആംബുലൻസുകൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള താമസങ്ങളോ വൈകലുകളോ ഉണ്ടാവില്ല എന്ന് നാടുറപ്പാക്കിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്നും ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീത്ത്, പന്തളത്തെ ആകാശടക്കം ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസ്കാരത്തിനുള്ള ക്രമീകരണം അവിടെ പൂർത്തിയാകുന്നുണ്ടോ? നാട് ഇത് ആകസ്മികവും എല്ലാ മരണങ്ങളും ആകസ്മികമാണ്, പക്ഷേ ഇത് പക്ഷേ വല്ലാത്തൊരു ആകസ്മികതയായി. നാട് എങ്ങനെയാണ് അവർക്ക് യാത്ര നൽകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്? ശ്രീത്. ഹാഷ്മി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ ആ സിബിന്റെ പിതാവിന്റെ വിഷമം അവിടെ വെച്ച് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ നാട് ഇത്തരത്തിൽ മുഴുവൻ ആളുകൾക്കും യാത്ര മൊഴിയേകാൻ ഒരുങ്ങി നിൽക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സിബിൻ നേരത്തെ വരാനിരുന്നായിരുന്നു. ഹാഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൺകുഞ്ഞിന്റെ 9 മാസം മാത്രം പ്രായമാണ്. ആ കുഞ്ഞിന്റെ 1ാം പിറന്നാളിന് 2 മാസം കഴിഞ്ഞാൽ ഓഗസ്റ്റിൽ വരാനിരിക്കുകയായിരുന്നു ഇത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത്. എന്തായാലും ഈ മൃതദേഹങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് 5 മൃതദേഹങ്ങളാണ്. 6 പേർ പത്തനംതിട്ട സ്വദേശികളാണ്. ഒരാൾ പാണ്ടനാടാണ് താമസിക്കുന്നത്, മാത്യു തോമസ്. അദ്ദേഹം നിരണത്ത് കുടുംബ വീടാണ്. അദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് പാണ്ടനാടാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആലപ്പുഴ ചെങ്ങന്നൂരിലേക്ക് കൊണ്ടുപോകും. എന്തായാലും മറ്റ് 5 മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടിഞ്ഞില്ലം എന്ന പ്രദേശത്ത് എത്തിച്ചേരും. ഈ തൊട്ടു ദൂരെ ആ മേഖലയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ കാത്ത് കളക്ടർ അടക്കമുള്ള ആളുകൾ അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ 5 മൃതദേഹങ്ങളിൽ PV മുരളീധരൻ നായരുടെ മൃതദേഹം, പ്രമാടം വാഴമുട്ടം സ്വദേശി, അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാത്രമാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത് വീട്ടുവളപ്പിൽ തന്നെയായിരിക്കും സംസ്കാരമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് മൃതദേഹങ്ങൾ, ഈ സിബിൻ്റെ മൃതദേഹം മല്ലപ്പള്ളിയിലെ തന്നെ മാത്തൻ ആശുപത്രിയിലേക്ക് മാറ്റും. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പന്തളത്തെ ഹാഷ്മിയുടെ നാട്ടുകാരൻ കൂടിയായ ആകാശ് ശശിധരൻ നായരുടെ മൃതദേഹം തൊട്ടടുത്ത ഇടപ്പോളിലെ ജോസ്കോ ആശുപത്രിയിലേക്ക് മാറ്റും. മറ്റ് 2 മൃതദേഹങ്ങൾ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് മാറ്റും. ഈ സംസ്കാരം ശനിയാഴ്ചയാണ്, അതായത് നാളെയാണ് ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. നാളെ രാവിലെ മാത്രമാണ് സിബിന്റെ അമ്മ അടുത്തിട്ടാണ് മരിച്ചത്, സിബിന്റെ ഭാര്യ മാതാവ് അടുത്തിട്ടാണ് മരിച്ചത്. അങ്ങനെ ഒരു സങ്കടങ്ങളുടെ ഒരു നൈരന്തര്യം അല്ലെങ്കിൽ സങ്കടങ്ങളുടെ ഒരു തുടർച്ച ആ വീടിനെ വിട്ടൊഴിയുന്നില്ലല്ലേ ശ്രീ? വല്ലാത്ത വേദനയാണ്. തീർച്ചയായും എൻ്റെ ഒരു സുഹൃത്ത് സനോ കുര്യനാണ്. കാരണം ഏറ്റവും അവസാനമാണ് ഈ സിബിൻ്റെ മരണ വാർത്ത നമ്മളെ തേടിയെത്തുന്നത്. നമ്മൾ ആകാശിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തായിരുന്നു സിബിൻ്റെ മരണ വാർത്ത. എൻ്റെ ഒരു സുഹൃത്ത് സനോ കുര്യൻ, അവൻ്റെ സഹപാഠിയാണ്. അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് നോക്കുന്നത്. ഇങ്ങനൊരു ലിസ്റ്റ് ഇങ്ങനെ ഒരാളുടെ പേര് പത്തനംതിട്ടയിൽ ഇല്ലല്ലോ എന്ന് നോക്കുന്നത്. പെട്ടെന്നാണ് അവനെ എനിക്ക് വിളിക്കാൻ തോന്നിയത്. തൊട്ട് അടുത്ത സനോയുടെ മറുപടി ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. അവനെ സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ സൗഹൃദമായിരുന്നു. പത്തനംതിട്ടയിൽ വന്നതിന് ശേഷമാണ് ഞാൻ അവനുമായി കൂടുതൽ അടുത്തത്. എന്തായാലും സനോയുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. സനോ പറയുന്നത് അത്ര കണ്ട് വിഷമം ഉണ്ട്. അതായത് 5 മാസം മുൻപാണ് മാതാവ് മരിക്കുന്നത്. ആ പിതാവ് മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഈ ഭാര്യയും കുഞ്ഞും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ആ മാതാവ് മരിച്ചതിന്റെ ദുഃഖം, അതിന് തൊട്ട് മുൻപ് ഈ പറയുന്ന അയാളുടെ ഭാര്യ മാതാവ്, സിബിന്റെ പിതാവാണ്, സിബിന്റെ കാര്യം പറയുകയായിരുന്നു ശ്രീകുമാരൻ. അത് വലിയ വേദനയാണ്. സിബിൻ മാത്രമല്ല, ഓരോന്നോരോന്നും ഓരോരോ വേദനകളുടെ ഭൂഖണ്ഡങ്ങളാണെന്ന് ഉറപ്പായും പറയാം. ചാവക്കാട്ടേക്ക് പോകുന്ന അവിടെ ബിനോയ് എന്ന് പറയുന്ന യുവാവ് അങ്ങോട്ടേക്ക് ചാവക്കാട്ടേക്കുള്ള യാത്രയിലാണ്. സൂരജ് ചാവക്കാട് എപ്പോഴൊക്കെ ആംബുലൻസ് എത്തും, ബിനോയുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ സംസ്കാരത്തിനുള്ള ക്രമീകരണം എങ്ങനെയാണ് സൂരജ്? ഹാഷ്മി, എന്തായാലും ഒരു അരമണിക്കൂർ നേരം മാത്രമേ വേണ്ടി വരികയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തൃശ്ശൂരിലേക്ക് മൃതദേഹം അല്പസമയത്തിനകം തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തും. അവിടെ നിന്നാണ് പിന്നീട് ഈ ചാവക്കാട്ടേക്ക് എത്തേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം നമ്മൾ ഈ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ബോഡി എത്തും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നിന്ന് ചാവക്കാട്ടേക്ക് എന്തായാലും ഒരു അരമണിക്കൂർ ദൂരം മാത്രമേ വേണ്ടി വരികയുള്ളൂ. എന്തായാലും ഒരു 1:30-1:45 കൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. അതായത് ഈ കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച മലയാളികൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മോശം സാഹചര്യത്തിൽ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ബിനോയ്. അത് തന്നെയാണ് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ബിനോയുടെ വീട് കാണാം. 6 വർഷത്തോളം ഈ വാടക വീട്ടിലായിരുന്നു ബിനോയുടെ താമസം. പിന്നീടാണ് ഈ ബിനോയ് ഈ ഒരു 2.5 സെന്റ് സ്ഥലം വാങ്ങുന്നത്. അവിടെ ഒരു കൊച്ചു ഷെഡ്, വീട് എന്ന് പറയാൻ കഴിയില്ല, ഒരു കൊച്ചു ഷെഡാണ് അത്. ഈ നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ആ ഷെഡ് പണിതതിന് ശേഷം അതിന് മുകളിൽ ഇടാൻ ഷീറ്റ് വാങ്ങാൻ തന്നെ ഏറെ പ്രയാസപ്പെട്ടു. പിന്നീട് പല ഭാഗങ്ങളിൽ നിന്ന് പലരെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ഈ
ഈ ഷെഡ് തന്നെ പണിതുയർത്താൻ കഴിഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ തീർത്തും അടച്ചുറപ്പ് എന്ന് പറയാവുന്ന നിലയിൽ പോലുമില്ല. അങ്ങനെ ഒരു സ്വന്തമായ ഒരു വീട് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ബിനോയ് ഇവിടെ നിന്ന് 5-ാം തീയതി വിമാനം കയറുന്നത്. ആ സമയത്ത് വലിയ ബാധ്യത ഉണ്ടായിരുന്നു. ഈ കാണുന്ന വീട് പണിയുന്നതിന് വേണ്ടി തന്നെ 2 ലക്ഷം രൂപയിലധികം വായ്പ എടുത്തിരുന്നു. അതിന് പുറമേ തന്നെയുള്ള മറ്റ് കടങ്ങളുണ്ട്, 2 കുട്ടികളുണ്ട്. അങ്ങനെ ഈ 3 കുടുംബങ്ങൾ, അതായത് 2 കുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബം, അവരുടെ എല്ലാം വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയാണ് 5-ാം തീയതി ഇവിടെ നിന്ന് വിമാനം കയറുന്നത്. ആ സമയത്ത് അവിടെ എത്തിയതിനു ശേഷം ബിനോയ് ഈ നാട്ടുകാരെ എല്ലാവരെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. നല്ല സാഹചര്യമാണ്, നല്ല ചുറ്റുപാടാണ്. അതോടൊപ്പം തന്നെ ഈ ജോലി സംബന്ധമായിട്ട്, അതായത് ബിനോയുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് പ്രൊമോഷൻ അടക്കം നൽകാം എന്ന് പറഞ്ഞിരുന്നു. പല മറ്റ് സെക്ഷനുകളിലേക്ക് മാറ്റിക്കൊടുക്കാം എന്നെല്ലാം പറഞ്ഞിരുന്നു. അങ്ങനെ അതിന്റെ സന്തോഷമെല്ലാം വീട്ടുകാരോട് മാത്രമല്ല ഈ നാട്ടുകാരോടക്കം ബിനോയ് പങ്കുവച്ചിരുന്നു. അങ്ങനെ ഈ അപകടം നടക്കുന്ന ദിവസം 2:30 വരെ, രാത്രി 2:30 വരെ ഈ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. ഭാര്യയ്ക്ക് ഈ ഫോണിലൂടെ സന്ദേശം അയച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ബിനോയിയെ ഓൺലൈനിൽ ലഭ്യമായില്ല. ഇതോടുകൂടിയാണ് കുടുംബാംഗങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നത്, ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടാകുമോ എന്നൊരു സംശയം തോന്നുന്നു. അത് ഇവിടുത്തെ പൊതുപ്രവർത്തകരുമായി പങ്കുവെക്കുന്നു. അങ്ങനെ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള KV അബ്ദുൽ ഖാദർ അടക്കം ഇടപെട്ടുകൊണ്ട് നോർക്കയുമായി എല്ലാം ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, അതിന് ഒടുവിലാണ് ഈ ബിനോയുടെ മൃതദേഹം ഈ ആശുപത്രിയുടെ മോർച്ചറിയിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് അവസാന നിമിഷം പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ബിനോയെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വാർത്ത വരും എന്ന് കരുതിയിരുന്നു. പക്ഷേ തീർത്തും അശുഭമായ വാർത്തയാണ് കുടുംബത്തെ കാത്തിരുന്നത്. അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് അത്. കുടുംബാംഗങ്ങൾ മാത്രമല്ല, നാട്ടുകാർ ഉൾപ്പെടെ അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ ബിനോയെ കുറിച്ച് പറയുമ്പോൾ അവരെല്ലാവരും ഈ സൗമ്യമായ സ്വഭാവം, ആരോടും മോശമായി പെരുമാറാത്ത ഒരാൾ, അങ്ങനെ വീട് തന്നെ മനസ്സിലാകുന്നു. പണിതീരാത്തൊരു വീടാണ്. വീടടക്കം പൂർത്തിയാക്കുക എന്നുള്ളത് ബിനോയുടെ ആഗ്രഹം. അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ നമ്മൾ തീപിടുത്തമുണ്ടായപ്പോൾ ആഗ്രഹിച്ചതാണ്. അങ്ങനെ ദുരന്തത്തിന്റെ അശനിവാദ വാർത്തകൾ കേൾക്കല്ലേ എന്ന് 24 മണിക്കൂറിൽ 24 മരണങ്ങളുടെ വല്ലാത്ത വാർത്ത കേട്ട് ഹൃദയം തകർന്നവരായി നിൽക്കുന്നു നാട്. നമ്മൾ അവർക്ക് ബാഷ്പാഞ്ജലി ഒരിക്കൽ കൂടി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആംബുലൻസുകൾ 23 പേരുടെ ആംബുലൻസുകൾ ഓൾമോസ്റ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള അവരുടെ ആംബുലൻസുകളാണ് പുറപ്പെടുന്നതാണ് അറിയാൻ കഴിയുന്നത്. അത് അതിർത്തി വരെ കേരള പോലീസ് അതിന് അകമ്പടി നൽകുന്നുണ്ട്, അതിന് വഴിയൊരുക്കി നൽകുന്നുണ്ട്. 7 തമിഴ്നാട് സ്വദേശികളുടെ കൂടി മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് വന്നിരുന്നു. വിഷ്ണു സുരേഷിരുന്നു. വിഷ്ണു, KS മസ്താൻ അവരുടെ മന്ത്രി ഒന്ന് ഏറ്റുവാങ്ങിയതാണ്. ആ ആംബുലൻസുകൾ കൂടി ഇപ്പോൾ പുറപ്പെടുകയാണോ? ഹാഷ്മി, അല്പസമയം മുമ്പാണ് ഇതിന്റെ ഔദ്യോഗിക നടപടികളെല്ലാം പൂർത്തിയാക്കിയത്. തമിഴ്നാട്ടിലേക്കുള്ള ആംബുലൻസുകൾ പുറപ്പെടുകയാണ്. അതിർത്തി വരെ കേരള പോലീസിന്റെ എസ്കോർട്ട് ഈ 7 ആംബുലൻസുകൾക്ക് മുന്നിൽ ഉണ്ടാകുമെന്നാണ് നേരത്തെ വ്യക്തമാക്കിയത്. അത് അതേപടി തുടരുകയും ചെയ്തു. കർണാടകയിലേക്ക് ഒരു ആംബുലൻസ് പോകുന്നുണ്ട്, അതിനും അകമ്പടി നൽകും. DYSP ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങളുമാണ് അകമ്പടിയായി ഉണ്ടാകുക. മറ്റ് വാഹനങ്ങൾ, അതായത് കേരളത്തിലേക്കുള്ള വാഹനങ്ങളെല്ലാം, കേരളത്തിലുണ്ടായിരുന്ന ആംബുലൻസുകളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലേക്കായി പോയിട്ടുണ്ട്. അത് MC റോഡ് വഴിയാണ് പത്തനംതിട്ടയിലേക്ക് പോകുക. മറ്റ് കാസർഗോഡ് ദിശകൾ അല്ലെങ്കിൽ വടക്കൻ മേഖലകളിലേക്കുള്ള വാഹനങ്ങളും ഇതിനോടകം തന്നെ പോയിട്ടുണ്ട്. ഹൃദയഭേദകമായിരുന്നു ഇന്ന് ഈ ബോട്ട് കാർഗോ ടെർമിനലിലെ ഓരോ കാഴ്ചയും. വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് ഓരോരുത്തരും ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ എയർപോർട്ടിൽ നിന്നാണ് പലരും കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ അവരുടെ ചേതനയറ്റ ശരീരമാണ് തിരിച്ചെത്തിയത്. വലിയ പ്രതീക്ഷകൾ, വീട് വെക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, അതോടൊപ്പം മറ്റ് ഒരു വലിയ ഭാവി ജീവിതം എല്ലാം അവർ പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ ആ സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവർ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കുറെ വർഷങ്ങളായി കുവൈറ്റിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം 4 ദിവസം മുൻപ് മാത്രമാണ് തൃശൂർ സ്വദേശി ബെന്നി അങ്ങോട്ടേക്ക് പോയത്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി ബെന്നി നേരിടുകയും ആ പ്രതിസന്ധികളെ മറികടക്കുക എന്നൊരു ആശ്വാസ തുരുത്തായാണ് കുവൈറ്റിലേക്ക് പോയത്. പക്ഷേ ചേതനയേറ്റ ശരീരവുമായാണ് ബെന്നി തിരികെ എത്തിയത്. അങ്ങനെ ബെന്നിയെപ്പോലെ നിരവധി ആളുകൾ, കോട്ടയത്തെ സ്റ്റെഫിനാണെങ്കിലും അതോടൊപ്പം സിബിൻ, പത്തനംതിട്ടയിലെ സിബിനാണെങ്കിലും അരുണാണെങ്കിലും എല്ലാവരും ഹൃദയം നുറങ്ങുന്ന കാഴ്ചയായാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കണ്ടത്. സംസ്ഥാന സർക്കാരിനെ പ്രതികരിച്ച മുഖ്യമന്ത്രിയും അതോടൊപ്പം മന്ത്രി K രാജൻ, P രാജീവ്, വീണ ജോർജ് എന്നിവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഏകദേശം 11:30 വ്യോമസേന വിമാനം ഇവിടെ എത്തിയത്. ഒരു 11:30 ക്ലിയറൻസ് നടപടികളെല്ലാം പൂർത്തിയാക്കി അന്തിമോപചാരത്തിനായി ഇമ്പോർട്ട് കാർഗോ ടെർമിനലിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് അന്തിമോപചാരം അർപ്പിച്ചത്. ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെ നൽകിയിരുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി അവിടുത്തെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി
മന്ത്രി KS മസ്താൻ എത്തിയിരുന്നു. ഇവരുടെ വിവിധ ചില ഇടങ്ങളിലേക്കെല്ലാം നാളെയോടുകൂടി ഈ മൃതദേഹം എത്തുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിലുള്ള മൃതദേഹങ്ങളും ചില സംസ്കാരങ്ങളൊക്കെ നാളെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിക്കും. അതിനുശേഷമായിരിക്കും നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ കുടുംബങ്ങൾ, അതായത് ഈ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്, അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നു. കമ്പനി അധികൃതർ അല്പസമയം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാത്തൊരു സംഭവമാണ് നടന്നത്. അത് പക്ഷേ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള, ഈ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. 8 ലക്ഷം രൂപയാണ് പ്രാഥമികമായി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കേൾക്കാം. എന്തായാലും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു പറയുകയാണ് NBTC കമ്പനി പ്രതിനിധികൾ 24-നോട്. കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകും. ആദ്യഘട്ടത്തിൽ 8 ലക്ഷം രൂപ നൽകുമെന്നും KCA ഗ്രൂപ്പ് ഡയറക്ടർ KC ഈപ്പനും NBTC ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി എബ്രഹാമും അറിയിച്ചു. സർ, ഇതിപ്പോൾ നമ്മൾ ഈ പുറത്ത് നിൽക്കുന്നവർക്ക് വരെ വലിയ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇവർക്കൊപ്പമുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ദുഃഖമാണെന്നറിയാം. എങ്ങനെയാണ് ഈ കാര്യത്തിനെ നിങ്ങൾ നേരിടുന്നത്? ഇതിൻ്റെ കാര്യക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? NBTC എന്ന് പറയുന്നത് ഒരു വൺ ഫാമിലി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയപ്പോൾ മുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ 2 പ്രാവശ്യം എല്ലാ എംപ്ലോയീസുമായിട്ട് കൂടാറുണ്ട്. അങ്ങനെ ആ ബന്ധങ്ങൾ ഞങ്ങൾ അരക്കെട്ട് ഉറപ്പിച്ചിട്ടുള്ളവരാണ്. ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഓരോ വീടുകളിലും ഓരോരുത്തരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കമ്പനി നേരിട്ട് തന്നെയാണോ ഇതിൻ്റെ? ഞങ്ങളുടെ കമ്പനി അന്ന് മുതൽ കുവൈറ്റിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞങ്ങളൊരു ടീമിനെ ഉണ്ടാക്കിയിട്ട് അതൊരു വാർ റൂം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഞങ്ങൾ ഒരു ടീമിനെ, ഓരോ ടീമിനെയും ഓരോ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. അവർക്കൊരു ആശ്വാസധനമൊക്കെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ ഒരു 8 lakhs റുപ്പീസ് ഉടനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കമ്പനിയുടെ പ്രോവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെ കുറേ ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കും. അവരുടെ എന്താവശ്യത്തിന് ഞങ്ങൾ കൂടെ കാണും. ഉടനടി കൊടുക്കും. അതല്ലാതെ നല്ലൊരു എമൗണ്ട് തന്നെ എക്സ്ട്രാ ഞങ്ങളൊരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ആ കുടുംബങ്ങളെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തും. ഇപ്പം ഈ നമ്മൾ ഓരോ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് നമ്മളെ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അത് നമ്മൾ അത് ഇതുവരെ ഇത് ഡിസ്കഷൻ വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇപ്പോഴേ ഒരു ഡിസിഷൻ ഇപ്പോഴും ആയിട്ടില്ല. വി ആർ ഡിസ്കസിങ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഫോർവേഡ്. നമ്മൾ പറഞ്ഞ പോലെ NBTC എന്ന് പറഞ്ഞാൽ ഒരു വൺ ടീം, വൺ ഫാമിലി ആയിട്ട് നമ്മൾ നീങ്ങുന്നത്. ഫ്രം ബിഗിനിങ് നമ്മൾ എംപ്ലോയീസിന് മാക്സിമം സപ്പോർട്ട് കൊടുക്കും. ദേ ആർ ലൈക്ക് അവർ ഫാമിലി മെമ്പേഴ്സ്. ഇത് വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻ്റ് ആയിപ്പോയി. ആൻഡ് നമുക്ക് ഇറ്റ്സ് എ ബിഗ് ലോസ് ഫോർ അസ്. ആൻഡ് വി ആർ വെരി ഷോക്ക്ഡ് ടു സീ ദിസ് happened that this has happened. And we wish the maximum support. We will give the maximum support, and we will give them. May God bless the families who are lost their loved ones and who are in the injured conditions. ഈ ഓരോ എംപ്ലോയീസിൻ്റെയും റൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം മിസ്റ്റർ എബ്രഹാമായിട്ട് പരിചയമുള്ളതോ ബന്ധമുള്ളതോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയൊക്കെ വന്ന് അവരുടെ ഒരാളാണെങ്കിൽ ഒരാളുടെ പിതാവ് പോലും അവിടെ ജോലി ചെയ്ത ആളുടെ മകൻ്റെയാണ് ബോഡി കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തലമുറകളായിട്ട് കുടുംബമായിട്ടും ബിസിനസ് സ്ഥാപനമായിട്ട് ബന്ധമുള്ളതാണ്. അല്ലാതെ ഒരു മാസ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു ജോലി ചെയ്യുകയല്ല. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ്. അതിനെല്ലാം ഈ ഫ്യൂണറലെല്ലാം നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് അറ്റൻഡും ചെയ്യുന്നുണ്ട്. ഒരുപാട് ബാധ്യതകൾ, ഒരുപാട് സ്വപ്നങ്ങൾ പേറി ചാവക്കാട് സ്വദേശി ബിനോയ് തോമസ് കുവൈറ്റിലേക്ക് വിമാനം കയറുമ്പോൾ വാനോളമായിരുന്നു ആ പ്രതീക്ഷകൾ. വിമാനമിറങ്ങി ഏതാനും ദിവസം മാത്രം കഴിയുമ്പോൾ എത്തുന്ന വിയോഗ വാർത്തയുടെ വലിയ ഞെട്ടലാണ് കുടുംബവും നാട്ടുകാരും.
6 വർഷത്തോളം വാടക വീട്ടിലായിരുന്നു താമസം. 2.5 സെന്റ് ഭൂമി വാങ്ങി 2 ലക്ഷം രൂപ വായ്പയെടുത്ത് ഷെഡ്ഡു കെട്ടി. പണി പൂർത്തിയാക്കാനായില്ലെങ്കിലും 2 മാസം മുൻപ് ആ കൊച്ചു കൂരയിലേക്ക് താമസം മാറേണ്ടി വന്നു. 2 മാസമായിട്ടുള്ളൂ താമസം തുടങ്ങിയിട്ട്. ഒരു ടെമ്പററി വീടെന്നേ പറയാൻ പറ്റുള്ളൂ. 2 മാസം എന്ന് പറയുമ്പോൾ അവർക്ക് താമസിച്ചിരുന്ന വാടക വീടിൻ്റെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വീട് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. വലിയ വാടകയുള്ള വീടുകൾ കണ്ടപ്പോൾ പറ്റില്ലായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ആ സമയത്ത് വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ഒരു ലോണ് ശരിയാക്കി കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് താമസം മാറുന്നത്. പക്ഷേ അത് തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബിനോയിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടായിരുന്നു. 2 കുട്ടികളും ഭാര്യയുമടങ്ങുന്ന കുടുംബത്തിന്റെ വിശപ്പ് മാറ്റാനും ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുമാണ് ബിനോയ് ഈ മാസം 5-ന് കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. നന്നായി ജീവിച്ചു പോകണമെന്നുള്ള നല്ല താല്പര്യമാണ്. അവൻ പോരാ, ഇതുകൊണ്ട് നമുക്ക് തയ്യില്ല ഈ ശമ്പളം കൊണ്ട് ഇപ്പോൾ പോണ ജോലി. അപ്പം ഇങ്ങനൊരു അവസരമുണ്ട്. അവസരത്തിനായിട്ട് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ ശരിയാക്കി കൊടുത്ത് അങ്ങനെ പോയതാണ് ആള്. അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾ പോയത്. അപകടം നടന്ന രാത്രി 2:30 വരെ ബിനോയുമായി ഫോണിൽ സംസാരിക്കാനായെന്ന് ഭാര്യ പറയുന്നു. പിന്നീട് ഒരു വിവരവും ഉണ്ടായില്ല. അപകടം നടന്ന കെട്ടിടത്തിലാണ് ബിനോയ് താമസിച്ചിരുന്നതെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ വിഫലമായി. ഒറ്റമുറി വീട്ടിൽ നിന്നുയരുന്ന കരച്ചിലിൽ ഒരു നാടാകെ നോവുകയാണ്. തൃശൂർ. കൊൽക്കത്തയിൽ വൻ തീപിടുത്തം ഉണ്ടാകുന്നതിനിടയിൽ അക്രോപോളിസ് മാളിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സൂചന. നിതിൻ അംബുജനാണ് വിവരങ്ങൾ വെച്ചത്. നിതിൻ, ഈ തീപിടുത്തം എങ്ങനെയാണ് ഉണ്ടായത്? വലിയ തീപിടുത്തമാണോ? ഹാഷ്മി, ഇപ്പോൾ കൊൽക്കത്തയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോൾ വ്യക്തമാകുന്നത് വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കസ്ബ മേഖലയിലുള്ള അക്രോപോളിസ് എന്ന മാളിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. മാളിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫുഡ് കോർട്ടിൽ നിന്നാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പുക അവിടെ നിന്ന് പടർന്ന് പിന്നീട് മറ്റ് നിലകളിലേക്ക് ഈ പുക പടരുകയായിരുന്നു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ദൃശ്യങ്ങളിലും അതോടൊപ്പം തന്നെ അവിടുത്തെ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്തായാലും ആദ്യം 4 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു. പക്ഷേ ഈ തീ കൂടുതൽ നിലകളിലേക്ക് പടരുന്നതിനാൽ ഇപ്പോൾ കൂടുതൽ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 10 ഫയർ എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം, മാളിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരെ രക്ഷിക്കാനുള്ള നടപടികൾ ഇപ്പോൾ നാട്ടുകാരും പോലീസും ഫയർ എഞ്ചിന്റെ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതുവരെ ഒരു ആളപായം ഉണ്ടായിട്ടുള്ളത് ഏറെ ആശ്വാസകരമാണ്. വൈകാതെ ഇവരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ഫയർ എഞ്ചിനുകൾ ആവശ്യമെങ്കിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ദ്രുതഗതിയിൽ തന്നെ ആ നടപടികൾ സ്വീകരിക്കുമെന്നും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി. നിതിൻ അംബുജനാണ്. കൊൽക്കത്ത അക്രോപോളിസ് എന്ന ഒരു വലിയ മാളിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുറേയധികം പേർ അതിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ് അവിടെ. വെള്ളം കയറാത്തൊരു വീട് എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് തിരുവല്ലയിലെ തോമസിന്റെ മടക്കം. വൃദ്ധരായ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് കുവൈറ്റ് ദുരന്തത്തിൽ ഇല്ലാതായത്. കണ്ണീർപ്പാടത്തിന് നടുവിലെ ആ കൊച്ചു വീട്ടിൽ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന മാത്രം. മിഠായി പൊതികളുമായി അച്ഛൻ വരുന്നതും കാത്ത് മുത്തച്ഛന്റെ കൈകളിൽ 5 വയസ്സുള്ള ജെസ്സിക്ക മോൾ. ജ്യേഷ്ഠന്റെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന് കഴിഞ്ഞ നവംബറിലാണ് തോമസ് അവസാനമായി ഇവിടെ വന്നത്. ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ച് ജനുവരിയിൽ മടങ്ങി. സഹോദരന്റെ പുതിയ വീടിന്റെ പണി കഴിയുമ്പോൾ ഗൃഹപ്രവേശത്തിനെത്താമെന്ന് വാക്ക് നൽകിയാണ് അന്ന് തോമസ് പോയത്. ഇനി തോമസ് ചിരിച്ചുകൊണ്ട് ഈ പടികൾ കയറി വരില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കുടുംബത്തിനാകുന്നില്ല. നല്ലൊരു മഴ പെയ്താൽ വെള്ളം കയറുന്ന കുടുംബ വീട് മാറണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു തോമസിന്. അതിനുകൂടി വേണ്ടിയാണ് 10 വർഷം മുമ്പ് പ്രവാസം സ്വീകരിച്ചത്. പക്ഷേ പ്രാരാബ്ധങ്ങൾ വിലങ്ങായി. ഭാര്യ മറിയക്കുട്ടി, 5 വയസ്സുള്ള മകൾ ജെസ്സിക്ക, പിതാവ് ഉമ്മൻ ചാക്കോ, മാതാവ് റോസ്ലി. ഈ കുടുംബത്തിന്റെ തണലാണ് കുവൈറ്റിലെ തീയിൽ മാഞ്ഞുപോയത്. അജീഷ് ജയകുമാർ, 24, തിരുവല്ല.
കോട്ടയം ഇത്തിത്താനത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ശ്രീഹരി അടക്കം ആംബുലൻസുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീഹരിയുടെ വീട്ടിൽ എവിടെയാണുള്ളത് ടോബി? എങ്ങനെയാണ് അതത് വീടുകളിലെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ ടോബി? ഹാഷ്മി, ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിലാണുള്ളത്. ഈ മൃതദേഹങ്ങളെല്ലാം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശ്രീഹരിയുടെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് മൂവാറ്റുപുഴ കഴിഞ്ഞു എന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ 1.5 മണിക്കൂറിൻ്റെ അടുത്താകുമ്പോൾ ഈ മൃതദേഹം ഇവിടെ എത്തും, ഇത്തിത്താനത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നില്ല, ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. മോർച്ചറിയിൽ വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയം ജില്ലയിലുള്ള 3 പേർ, അതായത് പാമ്പാടിയിലെ സ്റ്റെഫിൻ, ഇത്തിത്താനത്തെ ശ്രീഹരി, അതുപോലെ തന്നെ പായിപ്പാടത്തെ ഷിബു, ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിക്കും. അതിനുശേഷം നാളെയാണ് ശ്രീഹരിയുടെയും അതുപോലെ തന്നെ പാമ്പാടി സ്വദേശിയായുള്ള സ്റ്റെഫിൻ്റെയും സംസ്കാര ചടങ്ങുകൾ. തിങ്കളാഴ്ചത്തേക്കാണ് ഷിബുവിൻ്റേതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് വീട്ടിൽ പലരും എത്തുന്നുണ്ട്, നിരവധി ആളുകൾ ഈ വിവരം അറിഞ്ഞ് എത്തുന്നുണ്ട്, പ്രമുഖർ എത്തുന്നുണ്ട്, MLA-മാർ, മന്ത്രിമാരെല്ലാവരും തന്നെ ഈ വീടുകളിൽ 3 വീടുകളിലും എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ശ്രീഹരിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു സാഹചര്യമെന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. കാരണം ജൂൺ 5-ാം തീയതിയാണ് ശ്രീഹരി ഇവിടെ നിന്നും വിദേശത്തേക്ക്, കുവൈറ്റിലേക്ക് പോകുന്നത്. അതും അച്ഛൻ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ ജോലി കിട്ടിയാണ് ശ്രീഹരി അവിടേക്ക് പോകുന്നത്. അത് ഒരാഴ്ച അവിടെ പിന്നിടുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടലിലാണ് ആ വീടും നാട്ടുകാരും എല്ലാം ഉള്ളത്. ശ്രീഹരിയുടെ മൃതദേഹം എന്തായാലും ഇന്ന് വീട്ടിലേക്ക് എത്തിക്കില്ല, നാളെ മോർച്ചറി വെച്ചതിന് ശേഷം നാളെ ആയിരിക്കും കൊണ്ടുവരിക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കുക. എന്തായാലും ഈ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകൾക്കുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും എല്ലാം തന്നെ ഈ 3 വീടുകളിലും പൂർത്തിയായിട്ടുണ്ട്. ഹാഷ്മി. ടോബിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇത്തിത്താനത്തെ ശ്രീഹരിയുടെ അടക്കം കാര്യങ്ങൾ പറഞ്ഞത്. കുവൈറ്റിൽ ജോലിയിൽ പ്രവേശിച്ച് 8 ദിവസമാകുമ്പോൾ കോട്ടയം ഇത്തിത്താനത്തേക്ക് എത്തിയത് പ്രിയപ്പെട്ട ശ്രീഹരിയുടെ വിയോഗ വാർത്തയാണ്. പിതാവ് ജോലി ചെയ്യുന്ന കമ്പനിയിലായിരുന്നു ശ്രീഹരിക്കും ജോലി. ഒടുവിൽ ആശുപത്രിയിൽ മകന്റെ മൃതദേഹം തിരിച്ചറിയാനായിരുന്നു ആ പിതാവിന്റെ വല്ലാത്ത നിയോഗം. വീട്ടുകാരുടെ മാത്രമല്ല, സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പ്രിയങ്കരനാണ് 27 വയസ്സുകാരനായ ശ്രീഹരി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശ്രീഹരി സഹോദരനൊപ്പം കോഴിക്കോടാണ് ആദ്യം ജോലി ചെയ്തത്. പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ, പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഒടുവിൽ കുവൈറ്റിൽ ജോലിയുള്ള അച്ഛൻ പ്രദീപ് തന്നെ മകന് വിദേശത്തേക്ക് വരാനുള്ള വഴിയൊരുക്കി. ശ്രീഹരിയെ പോയിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ജൂൺ 5-നാണ് അദ്ദേഹം പോയത്. ഒരാഴ്ച, അടുത്ത ബുധനാഴ്ചയാണ് ഈ വിയോഗം ഉണ്ടായത്. ഒരു സ്ഥിര ഉത്സാഹിയായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ പഴയ പ്രാരാബ്ദങ്ങൾ ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ തരണം ചെയ്ത് ഒരു നല്ല നിലയിൽ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വാശിയും ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയത്. സ്വന്തം സ്ഥാപനത്തിൽ തന്നെ മകന് ജോലി ലഭിച്ചപ്പോൾ പ്രദീപും അതീവ സന്തോഷത്തിലായിരുന്നു. എന്നാൽ കുവൈറ്റിലെത്തി 8-ാം ദിവസം ശ്രീഹരിയുടെ വിധി കീഴ്മേൽ മറിഞ്ഞു. അപകട വിവരം അറിഞ്ഞപ്പോൾ മകൻ സുരക്ഷിതനായിരിക്കുമെന്ന് അച്ഛൻ പ്രദീപ് പ്രതീക്ഷിച്ചു. എന്നാൽ ആശുപത്രികളിൽ കയറിയിറങ്ങിയതിനൊടുവിൽ കണ്ടെത്തിയത് മകന്റെ ചേതനയറ്റ ശരീരം. അച്ഛനെപ്പോലെ കുടുംബത്തിന് താങ്ങാകാൻ വേണ്ടിയാണ് ശ്രീഹരിയും വിദേശത്തേക്ക് പോയത്. അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ വേദനാജനകമാകുന്നതും. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24. എല്ലാവരെയും എന്ന പോലെ ജീവിത ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ തന്നെയാണ് കണ്ണൂർ വയക്കര സ്വദേശി 26 വയസ്സുകാരൻ നിധിൻ പ്രവാസിയായത്. നിർമ്മാണം തുടങ്ങിയ സ്വപ്ന വീട് പൂർത്തിയാക്കാതെയാണ് നിധിൻ്റെ മടക്കം. കുവൈത്തിൽ അപകടമുണ്ടായത് ലേബർ ക്യാമ്പിലേക്ക് നിധിൻ താമസം മാറിയത് ഒരാഴ്ച മുൻപ് മാത്രമാണ്. ചെറുപുഴ പാടിയൊട്ടുചാൽ വയക്കരയിലെ ചെങ്കല്ലുകൊണ്ട് കെട്ടിയ ചെത്തിത്തേക്കാത്ത ഒരു കൊച്ചുകൂര. ഇവിടെ നിന്നാണ് അതിജീവന സ്വപ്നങ്ങളിലേക്ക് നിതിൻ വിമാനം കയറിയത്. ചെറുപ്രായത്തിൽ പ്രവാസിയുടെ കുപ്പായമണിഞ്ഞത്. സ്വന്തമായി നല്ലൊരു വീടെന്നതായിരുന്നു വലിയ സ്വപ്നമായിരുന്നു പറഞ്ഞാൽ നിതിൻ്റെ എല്ലാ സ്വപ്നം ആയിരുന്നു.
കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിലെത്തിയപ്പോഴാണ് ജീവിത സ്വപ്നത്തിന് തറകെട്ടിയത്, കല്ലിറക്കിയത്. അടുത്ത വരവിന് സ്വരുക്കൂട്ടിയ സമ്പാദ്യമെല്ലാം ചേർത്ത് പണിതുയർത്താമെന്ന് സുഹൃത്തുക്കളോട് ആഗ്രഹം പറഞ്ഞത്. അവൻ്റെ ഏറ്റവും വലിയൊരു ജീവിതാഭിലാഷമായിരുന്നു അവനൊരു വീട് വെക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രവാസി ജീവിതത്തിലേക്ക് അവൻ യാത്രയായത്. അപ്പോൾ അത് നാടിനെ നടുക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു. ഈ കെട്ടിയിട്ടിരിക്കുന്ന തറ നിതിൻ്റെ വീടെന്ന സ്വപ്നത്തിൻ്റെ തുടക്കമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് പറന്നിറങ്ങാനാണ് നിധിൻ പ്രവാസിയായത്. പക്ഷേ പൂർത്തീകരിക്കാതെ മടക്കം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. ഓണത്തിന് നാട്ടിലെത്താൻ കാത്തിരിക്കവെയാണ് പെരിന്തൽമണ്ണ സ്വദേശി ബാഹുലയന്റെ സ്വപ്നങ്ങൾ തീയിലെരിഞ്ഞിടങ്ങിയത്. ഒരാഴ്ച മുൻപ് നാട്ടിലെത്താൻ ശ്രമിച്ചെങ്കിലും അവധി കിട്ടിയില്ല. ഏറെ പ്രിയപ്പെട്ട ബാഹുലയന്റെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ നാടിനായിട്ടുമില്ല. ചെണ്ടമേളവും നാടൻ പാട്ടും രാഷ്ട്രീയ പ്രവർത്തനവുമെല്ലാമായി ബാഹുലയൻ നാട്ടിൽ സജീവമായിരുന്നു. പുലാമന്തോൾ തിരുത്തിലെ ഈ ക്ലബ്ബും ഇവിടുത്തെ വഴിയരികും അമ്പലവുമെല്ലാമായിരുന്നു ബാഹുലയന്റെ സ്വർഗം. 7 വർഷങ്ങൾക്ക് മുൻപാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി കുവൈറ്റിലേക്ക് വിമാനം കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ വിട്ടുപോയി എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ എപ്പോഴും കഴിയണില്ല. കാരണം ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ഒരാളാണ്. പെട്ടെന്നുള്ളത് നമ്മൾ തന്നെ ഷോക്കേറ്റ പോലെ തന്നെയാണ് ഇതിപ്പോൾ ഇത് നമ്മൾ നോക്കിക്കാണുന്നത്. പെട്ടെന്നുണ്ടായൊരു അപകടം ഒരിക്കലും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തൊരിതിലാണ് പോയിട്ടുള്ളത്. പിന്നെ ആൾ കലാരംഗത്തും ഒരുവിധം ചെണ്ട കൊട്ടൽ, നാടൻ പാട്ട് പാടൽ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ, ക്ലബ്ബുകളിൽ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ആദ്യ 5 വർഷങ്ങൾ ഒരു കമ്പനിയിൽ സെയിൽസ്മാൻ ആയിരുന്നു. പിന്നീട് സൂപ്പർ മാർക്കറ്റിൽ ക്യാഷറായി. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഒടുവിൽ നാട്ടിൽ വന്നത്. 1.5 മാസത്തെ അവധി കഴിഞ്ഞു മടങ്ങി. ഓരോ തവണ വരുമ്പോഴും നാട്ടിലെന്തെങ്കിലും ജോലി സംഘടിപ്പിച്ച് ഇവിടെ നിൽക്കണമെന്ന ആഗ്രഹം സുഹൃത്തുക്കളോട് പങ്കുവെച്ചു. അവൻ വിദേശത്താണെങ്കിലും അവിടുന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കും, ഇടയ്ക്ക് വിളിക്കും, നാട്ടിൽ വരുമ്പോൾ കാണും. പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ലാതായിരുന്നു അവൻ്റെ പൊതുവെയുള്ള സ്വഭാവമാണെങ്കിലും പെരുമാറ്റമാണ് എല്ലാവരോടും അങ്ങനെ ആയിരുന്നു. ഈ നാട്ടിലെല്ലാവരോടും അവൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അത് ഒരു വാക്ക് കൊണ്ടുപോലും ഒരു മനുഷ്യനെ വെറുപ്പിക്കാത്തൊരു വ്യക്തിയാണ് അവൻ. അപകടത്തെക്കുറിച്ച് ആദ്യമെത്തിയ വാർത്തകളിൽ ബാഹുലയന്റെ പേര് കേൾക്കാത്തതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും. എന്നാൽ ഇന്നലെ പുലർച്ചെ 3 പൊള്ളിക്കുന്ന ആ വിവരം പ്രിയപ്പെട്ടവരെ തേടിയെത്തി. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം. ദുരന്തത്തിൽ കുവൈത്ത് വിറങ്ങലിച്ചു നിന്ന നിമിഷങ്ങളിൽ ആശങ്ക അകറ്റാൻ മുന്നിൽ നിന്നത് കുവൈത്തിലെ മലയാളി സംഘടനകൾ തന്നെയാണ്. ദുരന്തഭൂമിയിൽ സഹായവുമായി എത്തിയ ഓരോ പ്രതിനിധിയുടെയും പ്രവർത്തനങ്ങൾ മറക്കാനാവില്ല. കുവൈറ്റിലെ മംഗഫിൽ സംഭവിച്ച അപകടത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങിയതു മുതൽ തന്നെ നാട്ടിലെ വിവിധ മേഖലകളിൽ നിന്നും വന്നുകൊണ്ടിരുന്ന അന്വേഷണങ്ങൾ കൂടുതലും എത്തിയിരുന്നത് സ്വാഭാവികമായും കുവൈറ്റിൽ പൊതുപ്രവർത്തന രംഗത്തുള്ളവരിലേക്ക് ആയിരുന്നു. പരിമിതികൾക്കുള്ളിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ കുവൈറ്റിലെ സാമൂഹിക രംഗത്തെ ഭൂരിഭാഗം സംഘടനാ പ്രവർത്തകരും വിവരങ്ങളുടെ ഏകോപനത്തിനും പരിക്കുപറ്റിയവരുടെ സേവനങ്ങൾക്കും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. എത്രമാത്രം അത് ഉപകാരപ്രദമായി എന്ന് അവരുടെ വാക്കുകൾ തന്നെ അടിവരയിടുന്നു. ഇവിടെ നടന്ന സംഭവവികാസങ്ങൾ പ്രത്യേകിച്ച് പ്രവാസി സംഘടനകൾക്കോ മറ്റൊന്നും കൂടുതലായി ഒന്നും ചെയ്യാനില്ല എങ്കിലും നമ്മളുടെ സാന്നിധ്യം പലപ്പോഴും പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാനിക് സിറ്റുവേഷനിൽ അവിടുന്ന് ഹോസ്പിറ്റലൈസ് ചെയ്ത ആളുകൾക്ക് അവരുടെ കയ്യിൽ ഫോണോ അവരുടെ സിവിൽ ID കാർഡോ ബന്ധുമിത്രാദികളുടെ നമ്പറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
പല ആളുകൾക്കും അവർക്ക് വീട്ടിലേക്ക് വിളിക്കാനും അവരായിട്ട് ബന്ധപ്പെടാനും ഞങ്ങളെ ഫോൺ ഉപയോഗിച്ച് അവരുടെ നമ്പറെല്ലാം ട്രാക്ക് ചെയ്ത് അവരെ ബന്ധുക്കളെ ബന്ധപ്പെടുത്തി കൊടുക്കുകയും അത് അവർക്ക് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. എന്തായാലും ഈ ദുരന്തത്തിലാണെങ്കിൽ നമ്മൾ നടുക്കത്തോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്നുള്ള എല്ലാ മറ്റു രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവാസ ലോകം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ കാര്യത്തിലാണെങ്കിൽ ഈ സംഘടനകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള പേപ്പർ വർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എംബസിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നതിന് വേണ്ടി ഇന്നുൾപ്പെടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള വലിയൊരു പരിശ്രമം ഉണ്ടായി. കുവൈറ്റിലെ എല്ലാ പ്രമുഖ മലയാളി അസോസിയേഷനും ഒരുമിച്ച് ഐക്യത്തോടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ പ്രവർത്തിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ നേരിട്ടപ്പോഴെല്ലാം പ്രവാസി മലയാളി കൂട്ടായ്മകളുടെ സേവന മനസ്ഥിതി നാം വളരെയധികം അറിഞ്ഞിട്ടുള്ളതാണ്. അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ കൂടി ചെയ്യുന്നുണ്ട് സൂരജ് സജീവ്. സൂരജ്, എപ്പോഴേക്ക് ബിനോയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ചാവക്കാട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഹാഷ്മി, ഒരു 15 മിനിറ്റ് നേരം, അതായത് വാടാനപ്പള്ളി പിന്നിട്ടു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇനി ഒരു 10 കിലോമീറ്റർ ദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സൗത്ത് പാലയൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ തന്നെയാണ്. വാടാനപ്പള്ളി പിന്നിട്ടുണ്ട്. എന്തായാലും ഒരു 15 മിനിറ്റ് നേരം. എന്തായാലും ഈ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുടെ നിഴലിൽ, അല്ലെങ്കിൽ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇന്നലെ മുതൽ, അതായത് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെ നിന്ന മണിക്കൂറുകൾ, അതിനിപ്പുറം ഒരു ശുഭപ്രതീക്ഷ പോലും ഇല്ലാതെ എത്തിയത് ഒരു അശുഭ വാർത്ത. അതിനുശേഷം കണ്ണീരോടുകൂടി കാത്തിരിക്കുന്ന കുടുംബമാണ്. അവർക്കിടയിലേക്കാണ് ഈ ചേതനയറ്റ ശരീരം എത്തുന്നത്. എന്തായാലും അത് കുടുംബാംഗങ്ങൾ മാത്രമല്ല, കാത്തിരിക്കുന്ന നാട്ടുകാരുണ്ട്. അങ്ങനെ തുടങ്ങി വലിയൊരു നിര തന്നെ ആളുകൾ നമുക്ക് ഈ വീടിന് ചുറ്റും കാണാൻ കഴിയും. ഈ നാട്ടുകാരോടെല്ലാം തന്നെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ബിനോയെക്കുറിച്ച് പറയാനുള്ള 100 കാര്യങ്ങളാണ്. കാര്യം ആരുടെ എല്ലാവരുടെയും നോക്കിയാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി മാത്രം സ്വീകരിച്ചിട്ടുള്ള ബിനോയിയാണ്. ആ ബിനോയുടെ ചേതനയേറ്റ ശരീരമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലാകെ, ഒരു നാടാകെ വിങ്ങിപ്പൊട്ടുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഈ ചെറിയ ജീവിതം, അതായത് തുച്ഛമായ ശമ്പളത്തിൽ ജീവിച്ച, പരിമിതികൾക്കുള്ളിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു വീട് എന്ന സ്വപ്നത്തിന്റെ പേരിൽ തിരുവല്ല സ്വദേശിയായിട്ടുള്ള, അതായത് 6 വർഷം മാത്രമേ ആയിട്ടുള്ള ബിനോയ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് തിരുവല്ലയിലെ പഴയ സുഹൃത്ത് മുഖാന്തരമാണ് 2 മാസക്കാലം എടുത്ത് നടത്തിയ പ്രോസസ്സിംഗ്. അങ്ങനെയാണ് ഈ കുവൈറ്റിൽ ഒരു ജോലി സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്. 5-ാം തീയതി പോകുന്നു, 6-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുന്നു. പക്ഷേ ഈ ജോലിയൊക്കെ സന്തോഷമാണ്, നല്ല ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ വിളിച്ച ബിനോയിയാണ്. ആ ബിനോയിയാണ് ഇപ്പോൾ ഈ ചേതനയേറ്റ ശരീരമായി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം 10 മിനിറ്റോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷം ഒരു 2 മണിക്കൂർ മാത്രമായിരിക്കും ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതായത് ഇവിടെ എത്തിയ ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കുക. അതിനുശേഷം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായിട്ട് കുന്നംകുളത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്തായാലും ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന്റെ വീട്ടിൽ നിന്നാണ് സൂരജ് സജീവ് വിവരങ്ങൾ നൽകി. നമ്മൾ നേരത്തെ കണ്ടതാണ് 4 കസേരകൾക്ക് മുകളിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ശവപ്പെട്ടി, ഒരൊറ്റമുറി വീട് എന്ന് പറഞ്ഞാൽ ആ വീട് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു ബിനോയുടെ വലിയ സ്വപ്നം. ഒരു പുതിയ വീട് ഉണ്ടാവുക, കയറി കിടക്കാൻ കൊള്ളാവുന്ന നല്ല വീടുണ്ടാക്കുക എന്ന സ്വപ്നത്തിൻ്റെ പിന്നാലെയാണ് ആ പ്രവാസത്തിലേക്കുള്ള യാത്ര. ആ യാത്ര ഇത്തരത്തിൽ സങ്കടത്തിൽ കലാശിക്കുകയും ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ 17 കുട്ടികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സിന് തീപിടിച്ചു. ഡ്രൈവർ കുട്ടികളെ പുറത്തിറക്കിയതിനാൽ ഒഴിവായത് വലിയ ദുരന്തമാണ്. ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. ഡീറ്റെയിൽഡ് പരിശോധനയ്ക്ക് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മാന്നാർ ഭുവനേശ്വരി സ്കൂളിന്റെ ബസ്സിനാണ് ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് തീപിടിച്ചത്. പുക ഉയർന്നതിനെ തുടർന്ന് ഡ്രൈവർ വാഹനം നിർത്തി കുട്ടികളെ പുറത്തെത്തിച്ചു. അല്പസമയത്തിനുള്ളിൽ സ്കൂൾ ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. അത് വിളിച്ചാൽ നല്ലതായിരുന്നു ലൈന്. വണ്ടി നിർത്തിയപ്പം കുട്ടികളോട് ഇറങ്ങിക്കൊള്ളാൻ പറയും. പോകേണ്ടപ്പോൾ ഇറങ്ങി ഞങ്ങൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. കുട്ടികളെല്ലാം 17 കുട്ടികളുണ്ട്, അവരെല്ലാം സുരക്ഷിതരാണ്. ബസ്സിൽ 17 കുട്ടികളുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. മറ്റൊരു ബസ്സിൽ മുഴുവൻ സ്കൂൾ കുട്ടികളെയും അവരുടെ വീടുകളിലെത്തിച്ചു. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ വാഹനത്തിൽ പരിശോധന നടത്തി. ബസ്സിന് എല്ലാ രേഖകളുണ്ടെന്നും കൂടുതൽ പരിശോധന നടത്തുമെന്നും RTO അറിയിച്ചു. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതിനു ശേഷം അത് ഇങ്ങനെ എഞ്ചിൻ്റെ പോർഷനിലേക്ക് തീ പിടിച്ചായിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു.
കൂടുതലായിട്ട് പരിശോധന നടത്തി മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സംഭവത്തിൽ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്തു. 24 ആലപ്പുഴ. അല്പസമയത്തിനകം ഈ ബിനോയുടെ വീട്ടിലേക്ക് ഒരു 15 മിനിറ്റുള്ള ആംബുലൻസ് എത്താൻ പോകുന്നു. ഒട്ടുമിക്ക എല്ലാ വീടുകളിലേക്കും കാസർഗോഡ് ദൂരപ്രദേശങ്ങൾ ഒഴികെയുള്ള വീടുകളിലേക്ക് അധികം വൈകാതെ തന്നെ ആംബുലൻസുകൾ എത്താൻ പോകുന്നു. സംസ്കാര ചടങ്ങുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അധികം താമസമില്ലാതെ നടത്താനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് അവിടെ പൂർത്തിയാവുന്നത്. കാസർഗോഡ് ഒക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ലേറ്റാവും. എന്തായാലും ആ പെട്ടികൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച വല്ലാത്ത വേദന കാഴ്ച തന്നെയാണ്. അപ്പോൾ അത് വേദന ഒഴിവാക്കാൻ കഴിയാത്ത അനിവാര്യമായ വേദനയാണത്. അപ്പോൾ ആ വേദനയിൽ പിടിച്ചു നിൽക്കാൻ, അത് സഹിക്കാൻ ആ കുടുംബാംഗങ്ങൾ കഴിയട്ടെ, അതിനുള്ള ക്ഷമയുണ്ടാവട്ടെ, കരുത്തുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.